ഇന്ത്യയുടെ ഗതാഗത മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗ ഹൈവേകൾ, റെയിൽവേ, വൈദ്യുതീകരണം, മെട്രോ ശൃംഖലകളുടെ പ്രഖ്യാപനം, ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം എന്നിവ ഇതിനുദാഹരണമാണ്. പാരിസ്ഥിതിക സുസ്ഥിരത ലക്ഷ്യമാക്കി ഹൈഡ്രജൻ ഇന്ധനത്തിലേക്ക് മാറുന്നതിലൂടെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പ്രതിദിനം ഏകദേശം 34 കിലോമീറ്റർ എന്ന നിരക്കിൽ ദേശീയപാതകൾ നിർമ്മിക്കപ്പെടുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇന്ത്യയുടേത്. അതിവേഗ ഇടനാഴികളും സ്മാർട്ട് ടോൾ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഹരിയാനയിലെ ഹൈവേകളുടെയും എക്സ്പ്രസ് വേകളുടെയും ശൃംഖല സംസ്ഥാനത്തിന്റെ ഗതാഗത ഭൂപ്രകൃതിയെ അടിമുടി മാറ്റുകയാണ്. യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനും മികച്ച കണക്ടിവിറ്റി ഉറപ്പാക്കാനും അയൽ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാനും ഈ വമ്പൻ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സഹായിക്കുന്നു. അതിന്റെ ഭാഗമായി ദേശീയ തലസ്ഥാന മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം ഈ വികസന പദ്ധതികളുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 22 ജില്ലകളിൽ 14 എണ്ണവും NCRന്റെ ഭാഗമായതിനാൽ ഈ പ്രദേശത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ദൈനംദിന വ്യാപാരത്തിനും കാര്യക്ഷമമായ റോഡ് ശൃംഖല അനിവാര്യമാണ്. പതിറ്റാണ്ടുകളായി വിവിധ സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ഇപ്പോൾ പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ്. വിവിധ ഹൈവേ പദ്ധതികളിലൂടെയും എക്സ്പ്രസ് വേകളിലൂടെയും വർഷങ്ങളായി നീണ്ടുനിന്ന യാത്രാസമയം മണിക്കൂറുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേയുടെ വരവോടെ ബാവൽ, പാനിപ്പത്ത് തുടങ്ങിയ പാതകളിൽ മുമ്പ് 10 മണിക്കൂർ വരെ എടുത്തിരുന്ന യാത്ര ഇപ്പോൾ വെറും 4 മണിക്കൂറായി ചുരുങ്ങി. വരാനിരിക്കുന്ന ഡൽഹി, കത്ര, അമൃതസർ എക്സ്പ്രസ് വേ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഡൽഹിക്കും ഖത്രയ്ക്കും ഇടയിലുള്ള യാത്രാസമയം 13 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂറായും ഡൽഹി അമൃതസർ യാത്ര 7 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറായും കുറയും. കൂടാതെ നവീകരിച്ച ഛത്തീസ്ഗഡ് അംബാല ഡൽഹി ഹൈവേയും യാത്രാസമയം 1.5 മണിക്കൂറോളം ലാഭിക്കാൻ സഹായിക്കുന്നു. റോഡ് ശൃംഖലയുടെ വികസനം അതിവേഗത്തിലാണ് നടക്കുന്നത്. 1966 സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ വെറും 655 കിലോമീറ്റർ നീളമുള്ള 5 ദേശീയപാതകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഏകദേശം 3440 കിലോമീറ്റർ ദൈർഘ്യമുള്ള 40 ദേശീയപാതകളാണ് സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു കിടക്കുന്നത്. ഈ വികസനം നിലനിർത്താൻ സർക്കാർ വലിയ ബജറ്റ് വിഹിതമാണ് നീക്കിവെക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 2026-27 വർഷത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ബജറ്റ് 4830 കോടിയിൽ നിന്ന് 5893 കോടിയായി വർദ്ധിപ്പിച്ചു. 2027 മാർച്ചോടെ സംസ്ഥാനത്തെ എല്ലാ പ്രധാന റോഡുകളുടെയും വീതി 18 അടിയായി ഉയർത്താനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എക്സ്റ്റൻഷൻ, ദ്വാരക എക്സ്പ്രസ് വേ, അംബാല ഷാംലി ഹൈവേ എന്നിവയെല്ലാം ഈ വികസനത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള മികച്ച ഏകോപനം പദ്ധതികളുടെ നിർവഹണം വേഗത്തിലാക്കി. ഇത്തരത്തിൽ വൻതോതിലുള്ള റോഡ് വികസന പദ്ധതികൾ ഹരിയാനയുടെ സാമ്പത്തിക പുരോഗതിയും വടക്കേ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെയും തീർച്ചയായും പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനായി ഹരിയാന സർക്കാർ അടിസ്ഥാന സൗകര്യ ബഡ്ജറ്റിൽ 22% വർധനവ് വരുത്തി. 12 അടി മാത്രം വീതിയുള്ള ഗ്രാമീണ റോഡുകൾ 18 അടിയായി ഉയർത്തുന്ന ജോലികൾ അതിവേഗം നടക്കുന്നു. കണക്ടിവിറ്റി ലിങ്കുകൾ, ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേയും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ 86 കിലോമീറ്റർ ലിങ്ക് കോറിഡോർ വടക്കൻ ഇന്ത്യയും പശ്ചിമ ഇന്ത്യയും ഡൽഹി നഗരത്തിൽ പ്രവേശിക്കാതെ തന്നെ ബന്ധിപ്പിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യവസായ വളർച്ച. പുതിയ ഹൈവേകൾ വന്നതോടെ ഫരീദാബാദ്, ഗുരുഗ്രാം, പൽവർ തുടങ്ങിയ മേഖലകളിലെ വലിയ വ്യവസായ പാർക്കുകളും പുതിയ പാർപ്പിട പദ്ധതികളും ഉയർന്നുവരുന്നു. യാത്രാസമയം പകുതിയായി കുറച്ചുകൊണ്ട് ഹരിയാനയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് വ്യവസായ ഹബ്ബുകളിൽ ഒന്നാക്കി മാറ്റാൻ ഈ ശൃംഖലയ്ക്ക് സാധിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.